24 ലൈവ് ഇലക്ഷൻ ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രാഷ്ട്രീയം പറയുന്നത് ആലത്തൂർ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ്. ഞാൻ നിൽക്കുന്നത് വടക്കഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിലാണ്. ആലത്തൂർ എന്നുള്ളത് വളരെ മനോഹരമായൊരു പ്രകൃതി ഭംഗിയുള്ള ഒരു പ്രദേശമാണ്. തൃശ്ശൂർ, പാലക്കാട് ജില്ലകൾ ഉൾപ്പെടുന്ന മണ്ഡലമാണ്. കേരളം ഉറ്റുനോക്കുന്ന ഒരു പൊരിഞ്ഞ പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ഡലം കൂടിയാണ്. UDFും LDFും ഇതൊരു അഭിമാന പ്രശ്നമായി ഏറ്റെടുത്തിട്ടുണ്ട്. ഒപ്പം NDAയും ഇവിടെയുണ്ട്. BJP BDJSന്റെ സീറ്റ് ഇക്കുറി പിടിച്ചെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയ ഒരു മണ്ഡലം എന്ന തരത്തിലേക്ക് അവരും വലിയ പ്രതീക്ഷ വച്ചു പുലർത്തുമ്പോൾ എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയം, എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് വോട്ടേഴ്സിന്, ഇത് നമ്മൾ പരിശോധിക്കുകയാണ്. നമുക്കൊപ്പം അതിഥികളുണ്ട്, ഒപ്പം തന്നെ പ്രബുദ്ധരായ വോട്ടർമാരും. ഒരിക്കൽ കൂടി സ്വാഗതം. 24 ലൈവ് ഇലക്ഷൻ ഡിബേറ്റ്. ഇവിടെ രാഷ്ട്രീയം പറയാം. നമ്മുടെ അതിഥികളെ ഞാൻ പരിചയപ്പെടുത്തുന്നു. LDFിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് CPIMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ TM ശശി, വെൽക്കം സർ. UDFിൻ്റെ പ്രതിനിധി സജേഷ് ചന്ദ്രൻ, KPCC അംഗമാണ്, വെൽക്കം. ഒപ്പം NDA പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, വെൽക്കം. ഞാൻ ആദ്യം നമ്മൾ വോട്ടേഴ്സ് ഉണ്ട്, അവരുടെ ചോദ്യങ്ങളിലേക്കൊക്കെ വരാം. അതിന് മുൻപായി സജേഷ്, ഇക്കുറി പെങ്ങളൂട്ടി പാട്ടും പാടി ജയിക്കുമോ? ഇക്കുറി വളരെ നല്ല നിലയിൽ അക്ഷരാർത്ഥത്തിൽ പാട്ടും പാടി ജയിക്കും. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ കള്ളന്മാരും കൊള്ളക്കാരും നിയന്ത്രിക്കുന്ന പാർലമെൻറ്റിൽ 2 തവണ അവർക്കെതിരെ പ്രതിഷേധിച്ചതിന് സസ്പെൻഷൻ ഏറ്റുവാങ്ങിയ ഒരു ജനപ്രതിനിധിയാണ് ആലത്തൂരിലെ ജനപ്രതിനിധി. അതുമാത്രമല്ല, കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ 10 കൊല്ലത്തെ ചെയ്തികൾ അത് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക്, യുവജനങ്ങൾക്ക്, കർഷകർക്ക്, വനിതകൾക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഈ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിലക്കയറ്റത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ഈ രാജ്യത്തെ വർഗീയമായി വിഭജിക്കുവാൻ എല്ലാ തരത്തിലുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നു. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും വില എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അംബാനിക്കും അദാനിക്കും വളരുന്നതിന് വേണ്ടി സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തിൻ്റെ കണ്ണായ ഭൂമികളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും അവർക്ക് തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു സൂട്ട് ബൂട്ട് സർക്കാരാണ് ഇന്ന് നിലവിലുള്ളത് എന്നുള്ളത് പാർലമെൻറ്റിലും പുറത്തും അതിശക്തമായി പറഞ്ഞിട്ടുള്ള ഒരു പ്രതിനിധി ഇവിടെ വീണ്ടും മത്സരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഒരു പാർട്ട് ടൈം MP ആണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ കഴിഞ്ഞ 5 വർഷമായി ഒരു ഫുൾ ടൈം MBA ഈ ആലത്തൂരിൽ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പെങ്ങളൂട്ടി എന്ന് സ്നേഹപൂർവ്വം ആളുകൾ വിളിച്ച രമ്യ ഹരിദാസ് 158 എന്ന് പറയുന്ന ചരിത്ര ഭൂരിപക്ഷം നേടിയാണ് കഴിഞ്ഞ വട്ടം വിജയിച്ചതെങ്കിൽ ഇത്തവണ അതുക്കും മേലെയുള്ള ഭൂരിപക്ഷം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ശ്രീ ശശി, അതിനൊരു മറുപടി പറയേണ്ടതുണ്ട്. അതായത് പാർട്ട് ടൈം MP എന്നുള്ള ഗുരുതരമായ ആരോപണം 10 വർഷം, ആകെ 3 ടേം ആണ് ഇവിടുത്തെ ആലത്തൂർ മണ്ഡലത്തിനുള്ള ചരിത്രം. അതിൽ 2 ടേമും LDF നിലനിർത്തി ഇടത് കോട്ടയാണ്. അവിടെയാണ് 2 വട്ടവും ഒരു പാർട്ട് ടേം MP ആയിരുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം UDF ഉന്നയിക്കുന്നത്. അവിടെ അദ്ദേഹം ഇപ്പം പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണ്. 2 തവണകളിലായി ഈ ആലത്തൂരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ സഖാവ് PK ബിജു നടത്തിയ എണ്ണമറ്റ ഇടപെടലുകൾ, ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട് ഇടപെട്ട സ്വകാര്യ ബില്ലുകൾ, അറ്റൻഡൻസുകൾ നടത്തിയ 10 കൊല്ലം നടത്തിയ തനത് ഫണ്ടുകൾ, ഇതെല്ലാം ഇപ്പോൾ വളരെ ലൈവായി നമുക്ക് മുമ്പിലുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ചാനൽ തന്നെ, 24 ചാനൽ തന്നെ MPയുടെ ഇടപെടലിനെ സംബന്ധിച്ച് നിങ്ങളൊരു പരിശോധന നടത്തിയപ്പോൾ കൊടുത്ത അംഗീകാരം മികച്ചത് ചോദിച്ചപ്പോൾ 2%. 2% ഏറ്റവും മികച്ച MPയുടെ ക്വാളിറ്റിയാണ് 2%. പിന്നെ 2 തവണ സസ്പെൻഡ് ചെയ്തു പറഞ്ഞു. 1 തവണ സസ്പെൻഡ് ചെയ്ത് എന്തിനാണെന്ന് അറിയണ്ടേ? അവിടെ വളരെ സീരിയസ് ആയി പൗരത്വ ഭേദഗതി നിയമം ചർച്ച ചെയ്യാണ്. വളരെ സീരിയസ് ആയി പൗരത്വ ഭേദഗതി നിയമം ചർച്ച ചെയ്യുമ്പോൾ അതെന്താണ് ചർച്ച ചെയ്യുന്നത് പോലും അറിയാതെ എന്നെ കാണാൻ നിന്നെക്കാളും ചന്തം തോന്നുമെന്ന് പറഞ്ഞ് പാട്ടുപാടിയതിനാണ് ഒരിക്കൽ തവണ അവിടെ സസ്പെൻഡ് ചെയ്തത്. ഇത്രമാത്രം ധാരണയില്ലാതെ ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ എടുക്കേണ്ട ഉത്തരവാദിത്വം നിർവഹിക്കാതെ, ജനങ്ങളുടെ കാര്യം അന്വേഷിക്കാതെ, അതുപോലെ തന്നെ തനത് ഫണ്ടുകൾ ചെലവഴിക്കാതെ, കാര്യങ്ങൾ താഴത്ത് നല്ല രീതിയിൽ വിശദീകരിച്ചു പോകുന്നതിനും അതുപോലെ തന്നെ ആവശ്യമായ രീതിയിൽ
വികസന പ്രവർത്തനം നടത്താതെയും ചെയ്ത ഏറ്റവും മോശമായ MP എന്ന നിലയിൽ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ പരിശോധനയിൽ തെളിയിക്കപ്പെട്ട MP ആണ്. അതുകൊണ്ട് തന്നെ ഒരു നിലയിലും ഈ MP ഇനി തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നില്ല എന്നതൊരു വാസ്തവമാണ്. താങ്കൾ പറഞ്ഞല്ലോ ഈ എല്ലാ തരത്തിലും നല്ല രീതിയിൽ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള MP ആണ് 10 വർഷം ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്ന്. എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്ര വലിയ ഒരു ഭൂരിപക്ഷത്തിന് രമ്യ ഹരിദാസിന് ജയിക്കാൻ കഴിഞ്ഞത്? ഇത് ഏറ്റവും നാണക്കേടുണ്ടായി. ഇടത് കോട്ടയാണ് ആലത്തൂർ എന്നുള്ളത് താങ്കൾക്ക് സംശയമില്ലല്ലോ. ഈ 1.58 ലക്ഷം എന്നൊക്കെ പറയുന്നത് എത്ര വലിയ നാണക്കേടാണ്. ഇത്ര മികച്ച MP ആണെങ്കിൽ അത് സംഭവിക്കുമോ? അത് നിങ്ങളുടെ ചോദ്യം ഒരു വസ്തുതയാണ്. അങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചതെന്താ? കഴിഞ്ഞ തവണ 2019 കേരളത്തിൻ്റെ പൊതുവായ സ്ഥിതി നമുക്ക് മനസ്സിലാവും. ഇവിടെ ഉണ്ടായ ചില പ്രത്യേക പ്രശ്നങ്ങൾ, അതിനു പുറമെ രാജ്യത്തെ ആകെ രക്ഷിക്കാൻ വരുന്നു എന്ന പേരിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ അതിലുണ്ടായ ഒരു മാറ്റം, മറ്റല്ലാതെ കേരളത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 5 കൊല്ലക്കാലത്തെ മോദിയുടെ ഭരണത്തിൻ്റെ കൂടി വിരുദ്ധമായി പൊതുവായി കേരളത്തിലുണ്ടായ പ്രതിഭാസത്തിൻ്റെ ഭാഗമാണത്. ഭൂരിപക്ഷം കൂടിയല്ലോ എന്നുള്ളത് പോട്ടെ, പക്ഷെ പൊതുവായി കേരളത്തിലുണ്ടായ പ്രത്യേകത നിസ്സാര കാര്യമല്ല. അല്ല, അതാ പറഞ്ഞത്, വലിയ ഭൂരിപക്ഷം. അതാ ഞാൻ പറഞ്ഞത്. ആ ഒരു പുതിമ എന്ന നിലയിൽ ആദ്യം വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ വിവിധങ്ങളായ മേമ്പൊടികളൊക്കെ ചേർത്തി നിലം വരാൻ പോകുന്ന MP അവരങ്ങനെയാണ്, അവരെ സംബന്ധിച്ച് മറ്റെല്ലാ കാര്യങ്ങളെല്ലാം ചേർത്തിക്കൊണ്ട് ഒരു പുതിയ രീതി ഉണ്ടാക്കാൻ, ആളുകൾക്കിടയിൽ ഉണ്ടാക്കാൻ. അല്ല, നെഗറ്റീവ് ഫാക്ടർ, ജനങ്ങളുമായി അധികം ബന്ധമില്ലാത്തയാൾ, കാറിൽ നിന്ന് ഇറങ്ങാത്ത MP എന്നൊക്കെയാന്ന് കേട്ടിരുന്നല്ലോ. ഇതെല്ലാം എതിരാളികൾ പറഞ്ഞത് മാത്രം. അതിൽ ഒരു വസ്തുത ഉണ്ടായിരുന്നു. ശരി, ഇത് പഴയ കാര്യമാണെങ്കിൽ താങ്കൾ ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇക്കുറി ഇത്ര വലിയ ആത്മവിശ്വാസമുണ്ട്, കഴിഞ്ഞ ഇത്ര ട്രെൻഡും രാഹുലിസവും ഒക്കെ കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവിനെ തന്നെ ഇക്കുറി, അതും മന്ത്രിയെ തന്നെ പിടിച്ച് ഇങ്ങോട്ട് എന്തിനിട്ടു എന്ന ചോദ്യമുണ്ടല്ലോ. അത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമാണ്. ഇപ്പോൾ ഇവിടെ സജേഷ് സൂചിപ്പിച്ചതിൻ്റെ പകുതി അതിലൊരു ഘടകം കൂടിയാണ്. നിങ്ങൾ നോക്കൂ, രാജ്യം സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ രാജ്യത്തിൻ്റെ ഭരണമാറ്റത്തെ സംബന്ധിച്ചും ചില പ്രത്യേക നയങ്ങളെ സംബന്ധിച്ചാണ് എല്ലാ കാലത്തും ചർച്ച ചെയ്യുക. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തിൻ്റെ ആര് അധികാരത്തിലുണ്ടാവണമെന്നതിനെ സംബന്ധിച്ചിട്ടേ അല്ല ചർച്ച. നമ്മുടെ രാജ്യം, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാജ്യം, ഏറ്റവും മഹത്തരമായ ഭരണഘടനയുള്ള നമ്മുടെ രാജ്യം, ആ ഭരണഘടനയും ആ ജനാധിപത്യവും ഈ രാജ്യം തന്നെ നിലനിൽക്കണോ വേണ്ടയോ എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടും നടക്കുമ്പോൾ സ്വാഭാവികമായും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും മികച്ചത് കൊടുക്കാൻ വേണ്ടി കഴിയും, ഏറ്റവും മികച്ചത്. അതുകൊണ്ടാണ് ആലത്തൂർ മണ്ഡലത്തിൽ ഈ കേരളത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നമ്മൾ താഴെ കാണുന്നുണ്ടല്ലോ. ആളുകളെ വളരെ ആവേശഭരിതരായാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം രാധേട്ടൻ എന്ന നിലയിൽ ഇപ്പോൾ നമുക്കറിയാം, മന്ത്രി എന്നൊക്കെ പറയുമ്പോഴും ആളുകൾക്ക് എപ്പോഴും തൊട്ട് കയ്യകലത്ത് നിൽക്കുന്ന ഒരാൾ നിലയിൽ രാധേട്ടൻ എന്ന സ്നേഹത്തോടെ വിളിക്കുക. അങ്ങനെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ കൊടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിൻ്റെ ഗതി നിർണ്ണയിക്കാൻ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ കൊടുക്കുക എന്ന ഇടതുപക്ഷത്തിൻ്റെ തീരുമാനത്തിൻ്റെ ചർച്ചയുടെ ഭാഗമായാണ് ഈ ഒരു മന്ത്രിയെ തന്നെ ഈ ആലത്തൂർ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയെ കൊടുത്തത്. ശരി, ശ്രീ ഉല്ലാസ് ബാബു, ഇപ്പോൾ പുതിയ കേരളം എന്നുള്ളതാണ് നിങ്ങളുടെ സ്ലോഗൻ. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ രാജ്യത്തെ തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടത്തിലാണ്. ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞത് ഒരേ കാര്യങ്ങളാണ്. നമ്മുടെ ജനാധിപത്യം, മതേതരത്വം, ഇതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള വളരെ നിർണായകമായൊരു പോരാട്ടം, ആ തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ കടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താണ് വാഗ്ദാനം ചെയ്യുന്നത്? ഈ പുതിയ കേരളം എന്നതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അനുജ ചോദിച്ച ഒരു ചോദ്യത്തിൽ ആദ്യത്തതിനുള്ളൊരു ഉത്തരം, ഇവർ രണ്ടുപേരും പറയുന്നത് ഉന്നയിക്കുന്ന ഒരേ കാര്യമാണ്. ശരിയാണ്, ഇവർ ചേട്ടനനിയന്മാരാണ്. ഇവരവിടെ പോയി ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന മുന്നണിയാണ്. ആയിക്കോട്ടെ, ഇവർക്ക് ആ മുന്നണിയുമായിട്ട് മുന്നോട്ട് പോകാം, ഞങ്ങൾക്കതിൽ പരാതിയില്ല. ഇവർ പറയുന്നു പാട്ടും പാടി ജയിക്കും. ഈ തെരഞ്ഞെടുപ്പ് പാട്ട് ചർച്ച ചെയ്യില്ല, ഈ തെരഞ്ഞെടുപ്പ് പട്ടിണിയാണ് ചർച്ച ചെയ്യുക. ഈ ആലത്തൂർ കർഷകൻ്റെ മണ്ണാണ്. ആ കർഷക ആത്മഹത്യകൾ അടക്കമുള്ള സംഭവം ആലത്തൂർ നടന്നതാണ്. ഇപ്പോൾ ഓടിപ്പോകട്ടോ പഞ്ചാബിലേക്ക്. സജേഷ് അടുത്ത തവണ ഇപ്പോൾ ഓടാൻ പോകുന്നത് പഞ്ചാബിലേക്കാണ്, കേരളത്തിലേക്ക് വരില്ല. ഈ കാലത്തൂര് പാർലമെൻറ്റ് മണ്ഡലത്തിൽ പെട്ടിട്ടുള്ള ചിറ്റൂരിനകത്ത് പാടം വരെ കത്തിച്ച് കളഞ്ഞ കർഷകൻ്റെ അവസ്ഥയുണ്ടായിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള 2143 എന്ന് പറയപ്പെടുന്ന വിഹിതവും കൊടുത്ത് ഒരു 1.43 വിഹിതം കൂടുതലും കൊടുത്തപ്പോൾ ആ പൈസ കേരള സർക്കാരിൻ്റെ വിഹിതത്തിൽ നിന്ന് കുറച്ച് കർഷകന് ആ 1 ഉറുപ്പ്യം കൂടി കിട്ടരുത് എന്ന് വിചാരിച്ച് 29.83 നിന്ന് കുറച്ച ചരിത്രമുള്ള ഈ കേരളത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവർ പറയും ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. നമുക്ക് സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അനുജ കൃത്യമായി പറയാം. ഞാൻ ഒരു പാടമുണ്ട്, അവിടെ ഇരിപ്പൂ കൃഷിയാണെന്ന് വിചാരിക്കുക. എൻ്റെ പാടത്ത് ഞാൻ നെല്ല് വിതച്ചു, വിത്ത് വിതച്ചു.
വിത്ത് വലുതായി, അത് ഞാൻ കൊയ്തു ഞാൻ അങ്ങത് മെതിച്ചതിന് ശേഷം നെല്ലുണ്ടായി. ആ നെല്ല് അങ്ങ് ചാക്കിലിട്ടു, ചാക്കങ്ങ് മൂട്ടി. അത് വരമ്പലേക്ക് വരുന്ന സമയത്ത് അത് ആർക്കാണോ കൊടുക്കുന്നത്, ഇനി സപ്ലൈക്കോയോ വിവിധ കമ്പനികളോ മില്ലുകളോ ആരോ ആയിക്കോട്ടെ, ആ കമ്പനിക്ക് ആ വരമ്പത്ത് വെച്ചിട്ട് തൂക്കം പിടിച്ച് കൊടുക്കുമ്പോൾ അവന് ഇത്ര കിൻഡൽ, ആ കിൻഡൽ ഇൻറ്റു ഇത്ര ഉറുപ്പിയ, ആ ഉറുപ്പിയ അപ്പം തന്നെ ലാപ്ടോപ്പ് തുറന്ന് കേരള സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് ആ കർഷകൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരാൻ 7 വർഷക്കാലമായിട്ട് ഇവരുടെ ഇരിക്കുന്ന ഏതെങ്കിലും അഗ്രികൾച്ചർ മിനിസ്റ്റർക്ക് സാധിച്ചിട്ടുണ്ടോ? ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനോടോ വലതുപക്ഷ രാഷ്ട്രീയക്കാരോടോ BJP-കാരോടുള്ള ആ ശൈലിയല്ല, പൊതുസമൂഹത്തിൻ്റെ ചർച്ചയുണ്ട്. മോഡിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം. ഞങ്ങളുടെ ഡോക്ടർ TN സരസു, നിങ്ങൾ ഈ ചാനൽ പ്രവർത്തകയായിട്ട് പ്രവർത്തിച്ച ആൾ എന്ന രീതിയിൽ നിങ്ങൾക്കറിയാം, ഈ വിക്ടോറിയ കോളേജ് പാലക്കാടിനകത്ത് ഈ അധ്യാപിക 10-26 വർഷക്കാലം പഠിപ്പിച്ച സമയത്ത് ആ പഠിപ്പിച്ച ഒരു അധ്യാപിക റിട്ടയർ ചെയ്ത് പോകുന്ന ദിവസം, ആ കാലത്ത് ബഹുമാനായിട്ടുള്ള ശ്രീ രാജേഷ് ഏട്ടൻ്റെ പാർട്ടിയുടെ ആളുകൾ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾക്ക് ആ വിദ്യാഭ്യാസം ശൈലി, അതിപ്പോൾ സിദ്ധാർത്ഥനെ കൊന്നതടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അത് അവരുടെ സംസ്കാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർ തീർത്തു കൊടുത്തത് എന്താണ്? ഒരു അധ്യാപിക 26 വർഷം പഠിപ്പിച്ച ക്യാമ്പസിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് അവർക്ക് ശവക്കല്ലറ ഉണ്ടാക്കി അതിനകത്ത് റീത്തും വെച്ചു കൊടുത്ത് അവർ അങ്ങ് കൈയടിക്കുകയാണ്. എവിടെയാണ് ഈ ശൈലി ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഡോക്ടർ TN സരസുവിനെ നിങ്ങൾ ശവക്കല്ലറ തീർത്തു കൊടുത്ത സമയത്ത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു, മോഡിയുടെ ഗ്യാരണ്ടിയാണ്. ആ ഡോക്ടർ TN സരസുവിലൂടെ ഈ ആലത്തൂരിൻ്റെ വികസനത്തെ കൈപ്പിടിച്ചുയർത്തുന്ന പ്രക്രിയയിലേക്ക് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അവിടെ ഓട്ടോപേട്ടയാണ്, CITU നേതാക്കന്മാർ കുറേയുള്ള ഓട്ടോപേട്ടർ ഇവിടെ സ്വാഭാവികമായിട്ട് അവരുടെ രാഷ്ട്രീയം അവരെടുത്തോട്ടെ, അവർ നല്ല മിടുക്കന്മാരായിരിക്കാം. ഇന്ന് അവരുടെ പെർമിറ്റ് പുതുക്കുന്ന വിഷയം എന്തെല്ലാം പ്രശ്നമുണ്ട്, എത്ര രൂപ വർദ്ധിച്ചു, ആ പാവപ്പെട്ടവർ പറയട്ടെ. അവർ CITU വിട്ടു പോവില്ല, കാരണം അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ശൈലി അങ്ങനെയാണ്. റിക്ഷാവാല ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്ന സമയത്ത് കേരള സർക്കാർ എന്തിന് അത് വേണ്ട, അവറ്റങ്ങൾക്ക് ഒരു സൗകര്യം ESIയിൽ നിന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ചു, അത് കൊടുത്തില്ലല്ലോ. 3 ക്ഷേമ ഇവർ ടെസ്റ്റിന് പോകുന്ന സമയത്ത്, ഓട്ടോ തൊഴിലാളികൾ അവിടെ ഉണ്ട്, അവർ പറയട്ടെ, ടെസ്റ്റിന് പോകുന്ന സമയത്ത് ഇവരുടെ ഒരു ഫീസ് അടക്കലുണ്ട്. ആ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഒരു ക്ഷേമനിധി അടക്കലുണ്ട്. ആ ക്ഷേമനിധി എവിടേക്ക് പോകുന്നു വരുന്നു ഒരു പിടിയില്ല. ഈ പാവങ്ങൾ ആ കുടിശ്ശികയടച്ച് ഈ കുടിശ്ശികയ്ക്ക് തോൽക്കുക എന്നല്ലാതെ ഒരു കാര്യമില്ല. ഭൂനികുതി കൂട്ടിയില്ലേ, വെള്ളക്കരം കൂട്ടിയില്ലേ, ഇലക്ട്രിസിറ്റി ബില്ല് കൂട്ടിയില്ലേ, ന്യായം മറ്റേ കേസ് കൊടുക്കുന്ന ഫീസ് കൂട്ടിയില്ലേ, കാര്യങ്ങൾ ചെയ്ത് സപ്ലൈകോയിൽ കുറച്ചുകൊണ്ട് വരികയാണോ ചെയ്തത്? അതാണോ സ്വാഭാവികമായിട്ട് അനുജ ഒരു കാര്യമുണ്ട്. ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇപ്പോൾ കേരളത്തിൽ ഭരിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടന, ആ സംഘടന ചെയ്ത അല്ലെങ്കിൽ 7 വർഷക്കാലം ഇവിടെ രാഷ്ട്രീയ സംഘടന അധികാരത്തിലിരുന്ന് ചെയ്ത കാര്യങ്ങൾ ചർച്ചയാകപ്പെടും. ഞങ്ങളുടെ സംഘടന 10 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നു ചെയ്ത കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും. ഇവരുടെ സംഘടന 10 വർഷക്കാലം കേന്ദ്രത്തിൽ പ്രതിപക്ഷത്തിരിക്കുകയും 7 വർഷക്കാലം ഇവിടെ പ്രതിപക്ഷത്തിരിക്കുകയും ഇവരെ ഉന്നയിച്ച കാര്യങ്ങളിൽ ആത്മാർത്ഥതയുണ്ടോ എന്നും ചർച്ച ചെയ്യപ്പെടും. 7 വർഷക്കാലം ബഹുമാനായിട്ടുള്ള കേരളത്തിലെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് വന്ന വാർത്ത എന്താണെന്നറിയാമോ അനുജയ്ക്ക്? മസാല ബോണ്ട് എന്ന് പറഞ്ഞാൽ കടം കയറി നട്ടം തിരിഞ്ഞു നിൽക്കുന്ന ഈ കേരളത്തിനകത്ത് ആ പൈസ തിരിച്ചടച്ചു 9.87 പലിശയ്ക്ക്. ഞാൻ ചോദിച്ചാൽ താങ്കൾ മറുപടി പറഞ്ഞില്ലേ? ഇപ്പൊ ഈ 10 വർഷം പൂർത്തിയാക്കി ഒരു 3ാം ടേം അബ്കി ബാർ 400 പാർ എന്നുള്ളതാണല്ലോ നരേന്ദ്രമോദി പറയുന്നത്. 2014 പറഞ്ഞ ചില വാഗ്ദാനങ്ങൾ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അതിൽ ഏറ്റവും ഇപ്പോൾ എല്ലാവരും നമ്മൾ എവിടെ ചെന്നാലും അവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, പെട്രോളിന്റെ വില 50 രൂപയ്ക്ക് തരുമെന്ന് പറഞ്ഞു. അത് സെഞ്ചുറിയും കടന്നതിനപ്പുറത്തേക്കും പോയി. ഇപ്പൊ എന്താണ് അവസ്ഥ? അതുപോലെ ഗ്യാസിന്റെ വില, ഇതൊക്കെ സാധാരണക്കാരെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ? ഇതിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ അധികാരത്തിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത വാഗ്ദാനം എവിടെ പോയി എന്നുള്ളതാണ് ചോദ്യം. അത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഗ്യാസ് പെട്രോൾ ഈ 2 കാര്യം ചർച്ച ചെയ്തതിന് ശേഷം മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകും. അല്ലെങ്കിൽ എനിക്ക് സമയം തരണം, കാരണം ഇവരൊന്നും ഞാൻ സെപ്പറേറ്റുമാണ്. സ്വാഭാവികമായിട്ട് എനിക്ക് കുറച്ച് സമയം കൂടുതൽ അനുവദിക്കണം. അല്ല, നമുക്കിവിടെ പറയാനുണ്ട്. പറഞ്ഞോട്ടെ, ചോദിച്ചോട്ടെ. അവർക്ക് കൂടുതൽ ചോദിക്കാനുള്ളത് എന്നോടായിരിക്കാം. ഗ്യാസിൻ്റെ വിലയുടെ വിഷയം പറയുന്ന സമയത്ത് ഉജ്ജ്വല യോജന എന്ന് പറയപ്പെടുന്ന ആ യോജന അനുജ പതുക്കെ ഒന്നും മറന്നു പോകരുത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഗ്യാസിന്റെ സബ്സിഡി വരുന്ന സമയത്ത് ആ സബ്സിഡി ഒക്കെ എത്ര കിട്ടി, ഇതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. സബ്സിഡി കിട്ടാതെയായിട്ട് കാലം കുറയായി. ഇനി ഉജ്ജ്വല യോജന കൊടുത്തത് കൊണ്ട് എന്ത് കാര്യം? 1000 ചില്ലുവാനം രൂപ കൊടുത്തുകൊണ്ട് ഗ്യാസ് സിലിണ്ടർ മേടിക്കാൻ പറ്റുമോ? പാവപ്പെട്ടവർക്ക് ഗ്യാസിന്റെ ഫ്രീ കണക്ഷൻ കൊടുക്കുന്നതിൽ അനുജയ്ക്ക് എതിർപ്പുണ്ടോ? പെട്രോളിന്റെയും ഡീസലിന്റെയും രാജേഷ് ചിരിച്ചല്ലോ,
രാജേഷ് ചിരിച്ചല്ലോ. നിങ്ങൾ പറഞ്ഞ പെട്രോളിന്റെയും നല്ല പദ്ധതിയാണ്, ഡീസലിന്റെയും പക്ഷേ ആ ആയിക്കോട്ടെ, കണക്ഷൻ എന്താ പദ്ധതി എങ്ങനെ കൊടുത്തത്? മുന്നോട്ട് കൊണ്ടുപോകാൻ എത്ര പറ്റും കോടി ശ്രീ ഉല്ലാസ് ബാബു? ജനങ്ങൾക്ക് ഉജ്ജ്വല യോജന വഴിക്ക് ഫ്രീ ഗ്യാസ് കണക്ഷൻ പാവപ്പെട്ട അമ്മമാർക്ക് കൊടുത്തത് എന്തേ അനുജയ്ക്ക് ഒന്ന് അംഗീകരിക്കാൻ അല്ല, അതാണ് ബുദ്ധിമുട്ട്? ഞാൻ പറയുന്നത്. ഒന്ന് അംഗീകരിക്കാൻ കണക്ഷൻ അനുജ, അത് കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് എന്ത് കാര്യം? അല്ല, കണക്ഷൻ കൊടുത്തിട്ട് സിലിണ്ടർ free gas വാങ്ങണ്ടേ? അവർക്ക് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അനുജ. അത് അനുജയുടെ അറിവ് കുറവാണ്. സൗജന്യമായിട്ടോ? അനുജ ഒന്ന് സൗജന്യമല്ല. സൗജന്യമായിട്ട്. സൗജന്യമല്ല. ജിയോ നെറ്റ്വർക്ക് ഉജ്ജ്വല യോജനയുടെ ഫ്രീ കണക്ഷൻ കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നെറ്റ്വർക്ക് ഉജ്ജ്വല അവിടെ യോജനയുടെ അവിടെ BJP നേതാവായ ഗുരുവേട്ടൻ ഉണ്ട്. ഞാൻ ഗുരുവേട്ടനോട് ചോദിക്കുന്നു, 4 വർഷമായി അങ്ങേക്ക് ഗ്യാസിന്റെ സബ്സിഡി ഉണ്ടോ? അല്ല, ഒറ്റ ചോദ്യം. രാജേഷ് ജിയോ- ഏട്ടാ, ജിയോക്കാരെ സംശയമുണ്ട്. സംശയം സൗജന്യ കൃത്യമായിട്ട് പറഞ്ഞുതരാം. കൃത്യമായിട്ട് സിം പറഞ്ഞുതരാം. പോലെയാണിത്. കൃത്യമായിട്ട് പറഞ്ഞുതരാം. കൃത്യമായിട്ട് എന്നോട് ചോദിക്ക്. ആ. ഗുരുവേട്ടനല്ലല്ലോ, ഞാനല്ല ഇവിടെ നിൽക്കുന്നത്. എന്നോട് ചോദിച്ചോ. അല്ല. നിങ്ങൾക്ക് ഗുരുവേട്ടൻ ഗുരുവേട്ടൻ ഇവിടെ വാ. ഗുരുവേട്ടൻ ഇവിടെ നിർത്ത്. ഞാൻ സംസാരിക്കാം. ജനപ്രതിനിധികളും താങ്കളെ പോലെയുള്ള അല്ലല്ലല്ല, നേതാക്കളും അല്ലാതെ നമ്മുടെ ജനങ്ങൾ പറയട്ടെ. ഞങ്ങൾക്കതിൽ ഭയമില്ല അനുജ. അനുജയുടെ ചോദ്യത്തിൽ കൃത്യമായി ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സിസ്റ്റം എന്ന് പറയപ്പെടുന്നത് പെട്രോളിനായാലും ഡീസലിനായാലും ഈ 10 വർഷക്കാലം അവിടെ വില കുറച്ച് ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ സർക്കാരിന് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് തൊട്ടപ്പുറത്ത് വന്നതിന്റെ എത്ര കോടി 10 മടങ്ങാണെന്നും കൂടി മനുജ മനസ്സിലാക്കണം. 2 അംബാനിക്ക് 10 രൂപ. ഒന്ന് മിണ്ടാണ്ടിക്ക സജേഷ്, എന്നോടല്ല ചോദ്യം. 2 ഇവിടെ 10 രൂപ മറ്റ് സംസ്ഥാനങ്ങൾ കുറച്ച ഞാൻ പറയുന്ന ഉല്ലാസ് ബാബു, വളരെ സാധാരണക്കാരായ അനുജെ നമ്മളൊക്കെ മറ്റ് ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ നമ്മളൊക്കെ കൂട്ടിയ 10 രൂപ ഉൾപ്പെടുന്ന കുറച്ച ആളുകളുടെ സമയത്ത് അടിസ്ഥാന അനുജ പ്രശ്നത്തെക്കുറിച്ചാണ് അംഗീകരിക്കുന്ന ഞാൻ രാഷ്ട്രീയ പറഞ്ഞത്. പാർട്ടിയുടെ 10 റുപ്യ കുറച്ചോ? ഇല്ല, 2 ഞാൻ- റുപ്യ വെച്ച് സെസ് എനിക്ക് കൊടുത്ത സമയത്ത് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ രാഷ്ട്രീയ കൃത്യമായി ഏതെങ്കിലും ഒരു കൊടുത്തോ? പാർട്ടി അംഗീകരിക്കുന്നതല്ല. എന്താണ് അത് ചോദിക്കാത്തത്? ഇല്ല, ഒരിക്കലുമല്ല. എന്താണ് ഞാൻ ഇതിനകത്ത് അംഗീകരിക്കാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ബുദ്ധിമുട്ടുള്ളത്? താങ്കൾ ഉത്തരം അനുജയുടെ പറയുന്നില്ല. ഉത്തരം കൃത്യമല്ലേ? ഇല്ല. പെട്രോളിന്റെ പൈസ കൂടുന്ന സമയത്ത് അതിന് കിട്ടുന്ന അധിക വരുമാനം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അടക്കം, ബൈപ്പാസ് അടക്കം, റോഡ് അടക്കം, പാലമടക്കം, ഉജ്ജ്വല യോജനയിലൂടെ ഫ്രീ അപ്പൊ കണക്ഷൻ പിന്നെ അടക്കം, ഇതിനു സബ്സിഡികൾ മുൻപുണ്ടായിരുന്ന അടക്കം സർക്കാരുകളുടെ കൃത്യമായി കാര്യത്തിൽ ഞങ്ങൾ വിലക്കയറ്റം ചെയ്തു എന്നുള്ളത് പറയാൻ നിങ്ങൾക്ക് വിലക്കയറ്റം എന്താ അർഹത? കൃത്യമായിരുന്നില്ലേ? അവരും ഇതൊക്കെ വിലക്കയറ്റം തന്നെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ഓരോ 10 അങ്ങനെയെങ്കിൽ വർഷമായില്ലേ? വില 10 കുറയ്ക്കുമെന്ന വർഷമായില്ലേ? വാഗ്ദാനം എന്തിന്? വിലക്കയറ്റം 10 വർഷമായിട്ട് കൃത്യമായി പിടിച്ചു ശരി, നിർത്താൻ ഞാൻ താങ്കളിലേക്ക് ഞങ്ങൾക്കല്ലാതെ എത്താം. നിങ്ങൾക്ക് സാധിച്ചോ? ഇങ്ങോട്ട് മുമ്പിലേക്ക് കയറി വരൂ. നിങ്ങൾ ഈ ബാക്ക് ബഹുമാനപ്പെട്ട ഉല്ലാസിനോടും ശ്രീ ടി എം ശശിയോടും രണ്ടുപേരോടും ചോദ്യമുണ്ട്. മോദിജിയുടെ ഗ്യാരണ്ടി 15 ലക്ഷം രൂപ ഒരാളുടെ അക്കൗണ്ടിലും വന്നിട്ടില്ല. ഗ്യാസ് 1000 രൂപ കടന്നു, ഇപ്പോൾ ഇലക്ഷനായിട്ട് ഒരു 100 രൂപ കുറച്ചിട്ടുണ്ട്. പെട്രോൾ 50 രൂപയ്ക്ക് തന്നിട്ടില്ല. മോദിജിയുടെ ഗ്യാരണ്ടി ഇല്ല. മണിപ്പൂരിലെ ഒരു ധീര ജവാന്റെ ഭാര്യയ്ക്ക് പോലും രക്ഷയില്ല. മണിപ്പൂരിലെ ജനതയ്ക്കും രക്ഷയില്ല. മോദിജിയുടെ ഗ്യാരണ്ടി മറുപടി പറയണം. ബഹുമാനപ്പെട്ട ടി എം ശശിയോട് നെൽകൃഷിയെ സംബന്ധിച്ചാണ്. ഒരു ശരാശരി നെൽകർഷകൻ 25 രൂപ കൊടുത്ത് കൃഷിഭവനിൽ നിന്നും നെല്ല് വിത്ത് വാങ്ങി മലയാളിയായ ഒരു ട്രാക്ടറുകാരൻ്റെ കാല് പിടിച്ച് നിലമുഴുത് ബംഗാളിയോ തമിഴിൻ്റെയോ കാല് പിടിച്ച് നടിയിൽ നടത്തി കളപറിയും കീടനാശിനി പ്രയോഗവുമെല്ലാം നടത്തി നെല്ല് നമ്മുടെ ഉദ്യോഗസ്ഥ മേലാളന്മാരുടെ ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങി നെല്ല് ഉണക്കി അവസാനം ചാക്കിലാക്കി, ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ചാക്ക് മൂട്ടി വണ്ടിയിലാക്കി കൊടുത്തുവിട്ട് ഈ പീഡനമെല്ലാം സഹിച്ച ശേഷം ഈ നെല്ല് സംഭരണം നടത്തി അതിൻ്റെ തുക വിതരണം ചെയ്യാതെ കർഷകൻ്റെ രോദനമാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം രണ്ടുപേരും മറുപടി പറയണം. എനിക്ക് പെട്ടെന്നൊരു ഇടവേള എടുക്കേണ്ടതുണ്ട്. വെൽക്കം ബാക്ക്. നമ്മൾ ഇവിടെ രാഷ്ട്രീയം പറയാമെന്ന പരിപാടിയിൽ ഇന്ന് എത്തി നിൽക്കുന്നത് ആലത്തൂർ മണ്ഡലത്തിലാണ്. തത്സമയം 24-ലൂടെ ഈ ഡിബേറ്റ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊപ്പം പ്രബുദ്ധരായ വോട്ടർമാരുണ്ട്, ഒപ്പം അതിഥികളുമുണ്ട്. നേരത്തെ ചോദിച്ച ചോദ്യം, അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, അത് 2 പേരോടും കൂടിയാണ് ചോദിച്ചത്. അത് ഉല്ലാസ് ബാബുവിനോട് ഞാൻ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഞാൻ താങ്കളിലേക്ക് എത്താം. ഇപ്പം ഈ നെല്ലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇതൊരു കാർഷിക മേഖലയാണ്. നെൽകർഷകർ ഏറെയുള്ള സ്ഥലമാണ്. അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ടല്ല. അപ്പോൾ അതിനുള്ള മറുപടിയുമായാണോ നിങ്ങൾ ഇത്തവണ വോട്ടർമാരെ അഭിമുഖീകരിക്കുന്നത്? അനുജ, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നുള്ളത് തന്നെയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഉല്ലാസ് ബാബുവും അതുപോലെ തന്നെ ദിലീപൊക്കെ പറയുന്നൊരു ചോദ്യമുണ്ട്. കേരളത്തിലെ നെൽകർഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതൊക്കെ ചെയ്തെന്നാണ് ഉല്ലാസ് ബാബു ചോദിച്ചത്. ഞാൻ വളരെ വ്യക്തമായി പറയാം. അധികം പറഞ്ഞപ്പോൾ അറിയാതെയെങ്കിലും ചില ആൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. ഈ രാജ്യത്തെ നിയമപ്രകാരം കാർഷികോൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, വിതരണം ഉത്തരവാദിത്വം കേന്ദ്രത്തിൻ്റെയാണ്. അത് മറന്നു പോകരുത്. ഇങ്ങനെയൊക്കെ ചോദിച്ച് വരുമ്പോൾ ഇത് ആളുകൾ തെറ്റിദ്ധരിക്കാതെ എല്ലാം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതാണ്. ഈ കേരളത്തിലെ മാത്രമല്ല, ഈ രാജ്യത്തെ മുഴുവൻ ഉൽപ്പന്നങ്ങളുടെയും സംഭരണവും സംസ്കരണവും വിതരണവും കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്വം. 1. 2, ഇവിടെ നെല്ലിൻ്റെ പ്രശ്നം എന്താ? നെല്ലിൻ്റെ പ്രശ്നം ഇവിടെ കേരളത്തിന് കിട്ടേണ്ട നെല്ല് അളന്നിട്ട് കാലങ്ങളായി, പണമില്ല.
എല്ലാ മാധ്യമങ്ങളും ഇടതുപക്ഷ വിരുദ്ധ പ്രചരണം നടത്തിയ മാധ്യമങ്ങളെല്ലാം ഇത്രയും കാലം പറഞ്ഞെന്താ? ഇത്രയും കാലം പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്നും പണമൊന്നും കിട്ടാനില്ല എന്നാ. മിനിഞ്ഞാ 3 ദിവസം മുമ്പ് മനോരമ പത്രത്തിൽ ഒരു വാർത്തയുണ്ട്. എന്താ വാർത്ത എന്നറിയോ? 2018, 19, 20 വർഷങ്ങളിലെ നെല്ലളന്നതിന്റെ തുക കിട്ടി എന്ന് 3 ദിവസം മുമ്പ് മനോരമ വാർത്ത. ഞാൻ പറയട്ടെ 852 കോടി അനുവദിച്ചു. ഇനി അതിൽ തന്നെ വാർത്തയിൽ വാക്കുകൂടിയുണ്ട്. 2020, 21, 22, 23 752 കോടി ഇനിയും ബാക്കി. അപ്പൊ ഇത്രയും കാലം തരാനില്ല എന്ന് പറഞ്ഞ് മാറിയോ? കേന്ദ്രം തരേണ്ടതാണ്. ഇനി കർഷകർക്ക് വേണ്ടി വല്ലാണ്ട് സങ്കടപ്പെടുന്ന ഉല്ലാസ് ബാബുവിന്റെ ഒറ്റ ചോദ്യമാണ്. 2014 നിങ്ങളുടെ തന്നെ പ്രകടന പത്രിക നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വിദർഭയിലെ കർഷകർ ആത്മഹത്യ ചെയ്തോ? വിദർഭയിൽ വ്യാപകമായി കർഷക സമരമുണ്ടായപ്പോൾ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ കാർഷിക മേഖലയെ പഠിക്കാൻ വേണ്ടി ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ നിയോഗിച്ചു. സ്വാമിനാഥൻ കമ്മീഷൻ നിയോഗിച്ചിട്ട് അതിന് കണ്ടെത്തൽ എന്താ? കാർഷിക മേഖല രാജ്യത്താകെ പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ ഉൽപാദന ചെലവിന്റെ 50% കൂടി എടുത്തുകൊണ്ട് താങ്ങുവില കൊടുക്കണം, കേന്ദ്ര സർക്കാർ നേതൃത്വം കൊടുക്കണം എന്നാണ് ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് നടപ്പിലാക്കാതെ UPA സർക്കാർ പോയപ്പോൾ നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വരുമ്പോൾ പ്രകടന പത്രിക ഏറ്റവും പ്രധാനപ്പെട്ട കർഷകർക്ക് വേണ്ടി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഉൽപാദന ചെലവിന്റെ 50% കൂട്ടി ആ മുഴുവൻ താങ്ങുവില കൊടുത്ത് സാധനം സംഭരിപ്പിക്കുമെന്നാണ്. എന്റെ ചോദ്യം, കഴിഞ്ഞ 10 കൊല്ലമായി നിങ്ങൾ പ്രകടന പത്രികയിൽ ഉന്നയിച്ച മോദിയുടെ കർഷകർക്കുള്ള ഗ്യാരണ്ടി നടപ്പിലാക്കിയോ? അങ്ങനെ നടപ്പിലാക്കിയെങ്കിൽ 3-4 കൊല്ലമായി ആ ഡൽഹിയിൽ പാവങ്ങൾ സമരം ചെയ്യുമോ? ആ സമരത്തിലേക്ക് BJPയുടെ മന്ത്രിമാരും MP-മാരും കാറടിച്ച് കൊല്ലപ്പെടുത്തുമോ? നിങ്ങൾ കർഷകരെ കൊല്ലുന്നവരാണ്. ഈ രാജ്യത്തെ കർഷകർക്ക് വേണ്ടി കണ്ണീരൊഴുക്കി, കർഷകർക്ക് വേണ്ടി ന്യായം പറഞ്ഞ് 14-ൽ അവരുടെ വോട്ട് തട്ടി അധികാരത്തിൽ വന്ന് 10 കൊല്ലമായിട്ടും കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, കാർഷിക മേഖല മുഴുവൻ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തവരാണ് BJP. ശരി, അതിനുള്ള മറുപടി ചുരുക്കി എനിക്കത് സജഷനിലേക്ക് പോകണം. 14-ൽ അവരുടെ പേരും പറഞ്ഞ് വോട്ട് കട്ട് അധികാരത്തിൽ വന്നു. 19-ൽ വോട്ട് കട്ടില്ലേ? അപ്പൊ നിങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ 543 സമരം പറയൂ 540 രതീഷേട്ടാ, ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കാറില്ല. അതൊരു ജെന്റിൽമാൻഷിപ്പ് നമ്മൾ മുമ്പിൽ ഉണ്ടാവണം. 543 സ്ഥാനാർത്ഥികൾ, ഇത്രയും പ്രശ്നങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി കാണിച്ച സ്ഥിതിക്ക് CPM-ന്റെ നേതൃത്വത്തിൽ 543 സ്ഥാനാർത്ഥികളെ ഇന്ത്യയിൽ മത്സരിപ്പിച്ച് ജയിക്കാനുള്ള ഒരു പ്രാപ്തി നിങ്ങൾ കാണിക്കണം. സ്ഥാനാർത്ഥികളില്ല കേട്ടോ, അല്ലെങ്കിൽ ഇവരുടെ കൂടെ നിന്നിട്ടാണ് ഇനി മത്സരിക്കാൻ പോകുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് 10 വർഷക്കാലം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ന് വരെ നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ താഴേക്കടയിലുള്ള ആളുകൾ മുതൽ മേലേക്കടയിലുള്ള ആളുകൾ വരെയുള്ള വികസന സങ്കല്പങ്ങളെ സ്വയം പര്യാപ്തം നേടുന്ന രീതിയിൽ ഉൽപ്പാദകക്ഷമത വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ്. നിങ്ങൾക്കതിനോട് വിരോധം തോന്നുമ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന ശൈലി ജനങ്ങൾ അംഗീകരിച്ചുവെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി അധികാര ശ്രേണിയിലേക്ക് വരണമായിരുന്നു. 2019-ൽ നിങ്ങളുടെ ഷെയർ 1, പിന്നെ മാണി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി ഒക്കത്ത് വെച്ചപ്പോഴാണല്ലോ അടുത്ത ഒന്നാക്കി മാറിയത്. കോഴമാണി എന്ന് പറയപ്പെടുന്ന ആളെ വൈറ്റ് വാഷ് ചെയ്ത് സ്വന്തം സംവിധാനത്തിൽ വെച്ചല്ലേ ഞങ്ങളെക്കുറിച്ച് കുറേ ആളുകൾ വരുമ്പോൾ കുറ്റം പറയുന്നത്. നിങ്ങൾ കേരളത്തിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ത്യ മഹാരാജ്യത്ത് കാർഷിക മേഖലയിൽ കിസാൻ സമ്മാൻ നിധി പദ്ധതി നടപ്പിലാക്കിയത് ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ മാതൃവന്ദന യോജന പാവപ്പെട്ട അമ്മമാർക്ക് കാശ് കൊടുക്കാൻ തീരുമാനിച്ചത് ഞങ്ങൾ തന്നെയാണ്. ജൻ ഔഷധിശാലകൾ കൃത്യമായിട്ട് മരുന്നിന് 30% കൂടി കൊടുക്കാൻ തീരുമാനിച്ചത് ഞങ്ങൾ തന്നെയാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതികൾ കൃത്യമായിട്ടുള്ള വൈദ്യസഹായ സംവിധാനം ഉണ്ടാക്കി കൊടുത്ത് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന പ്രവർത്തനം തന്നെയാണ്. വന്ദേ ഭാരത് അടക്കമുള്ള 100% റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ അടക്കമുള്ള 540 കോടി റുപ്യ അടക്കം ഈ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊടുത്ത് അടക്കമുള്ള പൈസകളും കൃത്യമായിട്ട് പറഞ്ഞാൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ, മേക്ക് ഇൻ പദ്ധതികൾ, സ്റ്റാൻഡ് ബൈ മിത്ര, സ്റ്റാർട്ടപ്പ് പദ്ധതികൾ, ഇത്യാദി പരിപാടികൾ കൃത്യമായി നടപ്പിലാക്കി മൈക്രോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കൊണ്ട് അവരെ അംഗീകരിച്ചുകൊണ്ട് വിശ്വകർമ്മ പദ്ധതിയുടെ 18 സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കി. മുദ്ര പദ്ധതിയുടെ സർക്കാർ ഗ്യാരണ്ടിയായി നിൽക്കുകയാണ്. നിങ്ങളുടെ ഒരുത്തൻ പഠിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച് ഈ നാട്ടിൽ വളർന്നു വന്നാൽ അവന് സ്വയം പര്യാപ്തത ഒരു തൊഴിലാക്കി കൊണ്ടുകൊണ്ട് തൊഴിൽ ദാതാവാകണമെങ്കിൽ മുദ്ര ബാങ്ക് വിൽ സപ്പോർട്ട് യു എന്ന് പറഞ്ഞിട്ട് ഈ നാട് അംഗീകരിക്കുന്ന രീതിയിലേക്ക് ഈ സമൂഹത്തെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന വലിയ വിശാല കാഴ്ചപ്പാടാണ് സാർ. ചോദിച്ചോട്ടെ, ഈ സജേഷ് പറഞ്ഞൊരു കാര്യം ഞാൻ പല ചാനലിലും പറയാറുണ്ട്. നിങ്ങൾക്കറിയാലോ, രമ്യ ഹരിദാസ് പാട്ട് പാടുന്ന കുട്ടി, ആ പാട്ട് പാടുന്ന രമ്യ ഹരിദാസ് ബഹുമാനിയായിട്ടുള്ള ആലത്തൂരിന്റെ MLA 5 വർഷം കൊണ്ട് 1000 MP ആണ്, MLA അല്ല. അവരുടെ സംസ്കാരത്തിനനുസരിച്ച് പറയട്ടെ, പറയാൻ അനുവദിക്കൂ. ശരി, പറയൂ. MLA സംസ്കാര ശൂന്യതയാണോ സജീഷേ? MLA എന്ന് പറയുന്നത് സംസ്കാര ശൂന്യതയാണോ? ഒരു MP-യെ പാട്ട് പാടുന്ന കുട്ടി എന്ന് പറഞ്ഞ് കൊച്ചാക്കുന്നത് നിങ്ങളുടെ സംസ്കാരമായിരിക്കും. പാട്ട് തെറ്റാണോ? എന്നാ പാട്ട് നിർത്താൻ പറ. പാട്ട് നിർത്താനുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടെന്ന് അത് നിങ്ങളല്ല, അത് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തരുന്നുണ്ട്. ഇവിടെ എക്സ്പ്രഷനും സ്പീച്ചൊക്കെ
അത് നിങ്ങളല്ല ആര് ചക്കാന്ന് ചോദിക്കുമ്പോ ഉമ്മത്തങ്കായ എന്ന് പറയല്ലേ. നിങ്ങളുടെ KPCC ആഫീസിന്റെ താക്കോൽ എന്റെ സുരേന്ദ്രന്റെ താക്കോലിരിക്കണേ, അത് ആദ്യം കൊണ്ടുപോകും. അതെ, ദിവസം പ്രതി ദിവസം എന്താ നിങ്ങളോടല്ലേ പറഞ്ഞത്? ഞങ്ങൾ വന്നുകൊടുക്ക്. അല്ലല്ല, അദ്ദേഹം ഇത്തരം ആരോപണങ്ങൾ അദ്ദേഹം എപ്പോഴും ഉന്നയിക്കും. അതിലൊന്നും നിങ്ങൾ അത്ഭുതപ്പെടണ്ട. സ്ഥിര ശൈലിയാണ്. കാര്യം പറയുമ്പോ വിഷമം തോന്നിട്ട് കാര്യമില്ല. അനുജ എന്നോട് ചോദിച്ച ചോദ്യം നിങ്ങളാണ് ചോദിച്ചത്. 1734 കോടി രൂപ ഇവരുടെ MP ചെലവഴിച്ചുവെന്ന് നിങ്ങൾ നോട്ടീസ് അടിച്ചിറക്കിയതാണ്. 1734 കോടി രൂപ ഈ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന സർക്കാർ പൈസ കൊടുക്കാതെയാണ് ഞങ്ങൾ കൂടെ പറയട്ടെ സുഹൃത്ത്. എന്റെ സർക്കാർ ഒരു ചോദ്യം ചോദിക്കട്ടോ. ഉല്ലാസ് ഭവനോട് ഒരു ചോദ്യം. രാജ്യത്ത് കൂട്ടുമുന്നണി സംവിധാനമാണല്ലോ, രാജ്യത്ത് ആണല്ലോ, ആണ്. കേരളത്തിൽ അങ്ങനെയാണല്ലോ, അതെ, ആണ്. അപ്പൊ എല്ലാ ഭാഗത്തും കൂട്ടുമുന്നണി സംവിധാനമാണ്. കൂട്ടുമുന്നണി സംവിധാനം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? NDA UDF LDF എന്ന് പറഞ്ഞ കൂട്ടുമുന്നണി സംവിധാനമാണ്. അത് ആദ്യം മനസ്സിലാക്കുക താങ്കൾ. താങ്കളുടെ ചോദ്യം എന്താണ്? സമയം കുറവാണ്. ഇവിടെ ഞാൻ കേരളത്തിലേക്ക് വരാം. കേരളത്തില് ഇപ്പം ഇടത് പേഴ്സണ് ചിലപ്പോൾ ആളുകൾ വോട്ട് ചെയ്യും, പക്ഷെ CPM വോട്ട് ചെയ്യോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല. കാരണം എന്താന്ന് വെച്ചാല് പറഞ്ഞേക്കോ, ഇവിടെ എത്ര സീറ്റിലാണ് ഇടതുപക്ഷം ഘടകമുന്നണി കൊടുത്തിട്ടുള്ളതാണ് ചോദ്യം. അതാണോ ചോദ്യം? ശരി, എന്നോടല്ലോ, എന്റെ പക്ഷെ അതല്ല. ഒരു മിനിറ്റ്, BJPയുടെ ആളോടാണ് ചോദിക്കാനുള്ളത്. ഇപ്പൊ പാവപ്പെട്ട സാധാരണപ്പെട്ട ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ഇവിടെ സംസാരിച്ചല്ലോ. ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ 2 ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. ഇവിടെ നേരത്തെ ചോദിച്ച പോലെ മണിപ്പൂരിലെ ഒരു ജവാന്റെ ഭാര്യയെ നഗ്നയാക്കി കൊണ്ടുപോയപ്പോൾ ഈ പറയുന്ന മോദി ഗ്യാരണ്ടി എവിടെ പോയി? ഒന്ന്. അതുപോലത്തെ രണ്ടാമത്തെ, ഒരു കായികമേളയെ പ്രതിനിധാനം ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കായിക മേഖലയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നതാണ്. സാക്ഷി മാലിക്കിനെ പോലുള്ള കായിക താരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് സംസാരിച്ചിട്ടുള്ളത്? ഒരു ഗുസ്തി ഫെഡറേഷനിൽ ഉൾപ്പെട്ടുള്ള ഒരു MP പാവപ്പെട്ട കായിക താരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി പ്രയത്നിച്ച് സ്വർണ്ണ മെഡലുകൾ നേടിയപ്പോൾ അവരെ പീഡിപ്പിച്ചും അവരെ ഉപദ്രവിച്ചും മാസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന പോയപ്പോ ഈ ഗംഗാനദിയിൽ അവര് പ്രയത്നിച്ച് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന സ്വർണ്ണ മെഡലുകൾ ഉപേക്ഷിച്ചപ്പോ ഈ പറഞ്ഞ മോദിയുടെ ഗ്യാരണ്ടി എവിടെ പോയി? മോദി എവിടെ പോയി? ആ പറയുന്ന ഒരു കാര്യങ്ങൾക്ക് പോലും സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കാതെ മാറി നിന്ന വ്യക്തികളാണോ ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ മോദി ഗ്യാരണ്ടി ഉറപ്പുവരുത്തി എന്ന് പറയുന്നത്? ഒരു കാര്യം കൂടി പറയാം. BJPയുടെ പ്രതിനിധി ഇപ്പൊ പറഞ്ഞല്ലോ, ഈ പറയുന്ന മറ്റു ഭാരവാഹികളുടെ കയ്യിലാണ് താക്കോലെന്ന്. ഞങ്ങൾ കോൺഗ്രസ്സുകാരുടെ താക്കോല് LDFകാരുടെയും BJPക്കാരുടെയും വീട്ടിലോ അവരുടെ കയ്യിലോ കൊടുക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ആണോ? പാർട്ടി ഓഫീസിൽ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാമോ? ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അല്ല, അതിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ ഇതിന്റെ ബാക്കിൽ 10 ആളെ 20 ആളെ കൂട്ടിക്കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ കയ്യിൽ അതിൽ താക്കോല് വെക്കാൻ നിങ്ങളുടെ താക്കോൽ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ താക്കോൽ ഞങ്ങൾക്കറിയാം എവിടെ വെക്കണം. പത്മജ വേണുഗോപാൽ നിങ്ങളുടെ നേതാവായിരുന്നോ? കോൺഗ്രസിന്റെ പ്രവർത്തകരെ നിങ്ങൾ കണ്ടിട്ടില്ല? BJPയിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒന്നൊന്നായി വരുന്നത് നിങ്ങൾ ആരും കാണുന്നില്ല. അല്ല, നമ്മുടെ ചോദ്യം എന്താണ്? സ്ത്രീകളുടെ സുരക്ഷ, സ്ത്രീ സുരക്ഷ, ആ രാഷ്ട്രീയ സ്ത്രീ സുരക്ഷയും മറുപടി വേണ്ട. സ്ത്രീ സുരക്ഷ, ഇവിടെ ഇത്രയും സ്ത്രീകൾ കൂടി നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ച 2 ചോദ്യത്തിന് മണിപ്പൂരിലെ സ്ത്രീകൾ, മണിപ്പൂരിലെ വിഷയമാണ് ഞാൻ ചോദിച്ചത്. നഗ്നരാക്കി പുരുഷന്മാര് കൊണ്ടുപോയപ്പോ BJPയുടെ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എവിടെ പോയി? അതാണ് ചോദ്യം. BJPയുടെ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി അല്ല അവിടെ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കാൻ അതിർത്തി സംരക്ഷിക്കുന്ന ജവാന്റെ അവിടെ വന്നിട്ടുള്ള കുടുംബത്തിൽ വന്ന വിഷയത്തിൽ കൃത്യമായി സർക്കാർ ആഭ്യന്തര വകുപ്പ് അതിന് കൃത്യമായി നടപടിയെടുത്ത് അവരെ കാരാഗ്രഹത്തിനകളിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതാണ് എനിക്ക് ഒരു ഇടവേളയിലേക്ക് കൂടി പോകാനുണ്ട്.
വളരെ വേഗം ഞാനൊരു ബ്രേക്ക് എടുക്കുകയാണ്. അതിനുശേഷം ഞാൻ മടങ്ങിയെത്തും. ഒട്ടേറെ ചോദ്യങ്ങളുണ്ട് ഇവിടുത്തെ വോട്ടേഴ്സിന്, അതിന് മറുപടി പറയേണ്ടതുണ്ട്. ബ്രേക്ക്. 24 ലൈവ് ഇലക്ഷൻ ഡിബേറ്റ് ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് രാഷ്ട്രീയം പറയുന്നത് ആലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ്. കടുത്ത പോരാട്ടം നടക്കുന്ന ആലത്തൂർ മണ്ഡലത്തിൽ നമുക്കൊപ്പം അതിഥികളുണ്ട്, ഒപ്പം പ്രബുദ്ധരായ വോട്ടേഴ്സുമുണ്ട്. നിങ്ങളുടെ ഒരു ചോദ്യമുണ്ടെന്ന് എനിക്കറിയാം, അത് UDFന്റെ പ്രതിനിധിയോടാണ്. വേഗം ആ ചോദ്യം. UDFന്റെ പ്രതിനിധിയോടാണ്. UDFന്റെ പ്രതിനിധിക്കെതിരെ ഇവിടെ മുമ്പ് ഒരു ആരോപണം പറഞ്ഞു. UDF KPCCയുടെ താക്കോൽ BJPയുടെ കയ്യിലാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ കേരളത്തിൽ 2 കോൺഗ്രസിന്റെ നേതാക്കളാണ്, ഒന്ന് K കരുണാകരനും മറ്റൊന്ന് AK ആന്റണിയും. കേരളത്തിലെ ഏറ്റവും സമ്പന്നരായ 2 നേതാക്കളാണ് K കരുണാകരനും ആന്റണിയും. അവരുടെ 2 മക്കളും ഇന്ന് BJPയുടെ പാളയത്തിലാണ്. ഇന്ത്യയിലാകെ 12 മുൻ മുഖ്യമന്ത്രിമാർ BJPയുടെ പാളയത്തിലേക്ക് പോയി. 112ഓളം വരുന്ന MP-മാർ BJPയുടെ പാളയത്തിലേക്ക് പോയി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്താൽ UDFന്റെ സാരഥിയായി മത്സരിക്കുന്ന ആൾ ഇവിടെ ഉണ്ടാവുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? BJPയുടെ പാളയത്തിലേക്ക് പോകില്ല എന്ന് എന്തെങ്കിലും ഉറപ്പ് ഇദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? പറ്റില്ല, ഒരു ഗ്യാരണ്ടി ഇല്ല. കാരണം KPCCയുടെ പ്രസിഡന്റ് പോലും ഒരു മടിയുമില്ലാതെ പരസ്യമായി പറഞ്ഞത്, എനിക്ക് തോന്നിയാൽ താക്കോല് പൂട്ടി BJPക്കാരൻ്റെ അപ്പം പറഞ്ഞ പോലെ അരയിൽ കൊടുത്തിട്ട് ഞാൻ പോകുന്നതാണ്. ഇത്രയും വ്യക്തമായി BJPയെ ന്യായീകരിക്കുന്ന രീതിയിലേക്ക് അഭിപ്രായം പറഞ്ഞ ആളുകളാണ്. അതുകൊണ്ട് UDFന് എന്ത് വിശ്വാസത്തിലാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് അതൊരു വോട്ടറുടെ സംശയമാണ്. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യം കൂടെയാണ്, ഇന്ന് കോൺഗ്രസ് ആണ് നാളെ BJP ആണോ എന്നുള്ളത്. മറുപടി 2 BJPയുടെ പിന്നെ പ്രതിനിധിയോടാണ്. ഇവിടെ അദ്ദേഹം എന്തൊക്കെയോ യോജനകളെ കുറിച്ചൊക്കെ പറഞ്ഞു, ഉജ്ജ്വല യോജന എന്നൊക്കെ. പഞ്ചസാര എന്ന് എഴുതി നാവിൽ വെച്ചാൽ മധുരം ഉണ്ടാവില്ല. ഇപ്പൊ ഇന്ത്യയിലെ ജനങ്ങൾ ആടുജീവിതത്തിലെ നജീബിനെ പോലെയാണ്. വോട്ട് വാങ്ങി ആളുകളുടെ പണവും വാങ്ങി അധികാരത്തിലേറിയ ആളുകൾ അവരെ ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാതെ കഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക്, അറബികൾ കഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോവുകയാണ്. 2 കോടി പേർക്ക് തൊഴിൽ നിങ്ങൾ കൊടുക്കും പറഞ്ഞു. എത്ര ആളുകൾക്ക് പ്രതിവർഷം തൊഴിൽ കൊടുത്തു നിങ്ങൾ പറയണം. 50 ഉറുപ്പ്യക്ക് പെട്രോളും ഡീസലും കൊടുക്കും പറഞ്ഞു. എത്ര സാധ്യത അതിൽ നിങ്ങൾ നടപ്പിലാക്കിയെന്ന് പറയണം. മണിപ്പൂരിലെ വിഷയം ഇവിടെ പറഞ്ഞു. ഇവിടെ അയോധ്യയിൽ പള്ളി പൊളിച്ച് അതിനകത്ത് അമ്പലം പണിയുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നത് നരേന്ദ്രമോദിയാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആൾ ഇതുപോലുള്ള മതപരമായ ചടങ്ങിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഉദ്ദേശം വയ്ക്കുന്നത് എന്താണെന്ന് നിങ്ങൾ പറയണം. അതുപോലെ എന്താ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടപ്പിലാക്കുമ്പോൾ മുസ്ലിം വിഭാഗങ്ങൾ ഒഴികെ മറ്റുള്ള എല്ലാ മതങ്ങൾക്കും 6 മതങ്ങൾക്കും പൗരത്വം കൊടുക്കാം എന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ മുസ്ലിങ്ങളെ ഒഴിവാക്കിയത് എന്തിനാണ് എന്ന് നിങ്ങൾ പറയണം. വലിയ ചോദ്യങ്ങളാണ്, കുറേ ചോദ്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. സജേഷ് ആദ്യം. ഞാൻ സഹാവിൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഇവിടെ മോദിയുടെ ഗ്യാരണ്ടിയെ കുറിച്ച് പറഞ്ഞു. മോദി ഈ രാജ്യത്തെ ആളുകൾക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഗ്യാരണ്ടി കൊടുത്ത ഒരാളുടെ പേര് ഞാൻ പറയാം. അത് അദ്ദേഹം അഗ്നിസാക്ഷിയായി അദ്ദേഹം ഗ്യാരണ്ടി കൊടുത്ത ഒരാളാണ്. സുഖത്തിലും ദുഃഖത്തിലും ഏത് സാഹചര്യത്തിലും ഒപ്പമുണ്ടാവും എന്ന് പറഞ്ഞ് യശോദാബെൻ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് അദ്ദേഹം ഒരു ഗ്യാരണ്ടി കൊടുത്തു. അദ്ദേഹം വിവാഹം ചെയ്ത ആ ഭാര്യയെ ഉപേക്ഷിക്കുകയും ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ അവരുടെ പേര് നോമിനേഷൻ പേപ്പറിനകത്ത് വയ്ക്കാതിരിക്കുകയും പിന്നീട് മത്സരിക്കുമ്പോൾ നോമിനേഷൻ പേപ്പറിനകത്ത് പേര് വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആ നരേന്ദ്രമോദി സ്വന്തം ഭാര്യയോട് പോലും കൊടുത്ത ഗ്യാരണ്ടി പാലിക്കാൻ കഴിയാത്ത ഒരാളാണ്. ആ നരേന്ദ്രമോദിയാണ് ഇവിടെ വന്ന് ഗ്യാരണ്ടി പറയുന്നത്. മറ്റൊരു ഗ്യാരണ്ടി നമ്മൾ കണ്ടു, ലോകം മുഴുവൻ കണ്ടു. നോട്ട് നിരോധനത്തിൻ്റെ കാലത്ത് 8-ാം തീയതി 8 മണിക്ക് വന്ന് പറഞ്ഞു, 100 ദിവസം എനിക്ക് തരൂ. അങ്ങനെ 100 ദിവസം കൊണ്ട് ഞാൻ ഈ നോട്ട് നിരോധിച്ച് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പരസ്യമായി വിചാരണ ചെയ്യാമെന്ന് പറഞ്ഞു. ആ ഗ്യാരണ്ടി നമ്മൾ കണ്ടില്ലേ? എന്തായി നമ്മൾ കണ്ടു. ഇദ്ദേഹം മഹിള എന്തോ വന്ദനത്തെ കുറിച്ച് ഇവിടെ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം LK അഡ്വാനി എന്ന് പറയുന്ന ഇവരുടെ വെറ്ററനായിട്ടുള്ള ഒരു നേതാവിന് ഭാരതരത്നം കൊടുക്കുന്ന ഒരു ചിത്രം നിങ്ങൾ ഞാനും ഒക്കെ കണ്ടു. അവിടെ നരേന്ദ്രമോദി അവിടെ ഇരിക്കുന്നു. പ്രോട്ടോകോളിൽ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും താഴെയാണ് പ്രധാനമന്ത്രി. ആ പ്രസിഡന്റ് ഒരു കറുത്ത വനിതയായതിനാൽ, ഒരു ആദിവാസി ആയതിനാൽ, സർവോപരി ഒരു വിധവയായതിനാൽ അവരവിടെ നിൽക്കുന്നു. ഇവിടെ പ്രധാനമന്ത്രി ഒരു ഉളുപ്പുമില്ലാതെ എല്ലാവിധ പ്രോട്ടോകോളും ലംഘിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ഇതാണോ മാതൃവന്ദനം നിങ്ങളുടെ പരിപാടി? ഇവിടെ കർഷകർക്ക് എന്തൊക്കെയോ ആനുകൂല്യം കൊടുത്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 1,00,000 ആളുകളാണ് നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഭരണത്തിന് കീഴിൽ ആത്മഹത്യ ചെയ്തത്. ഒരു ദിവസം 30 പേർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചർച്ച അവിടേക്ക് വരികയാണ്. നമ്മുടെ ഈ ചർച്ച തുടങ്ങിയതിന് ശേഷം, അതായത് ഒരു ദിവസം 30 പേർ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ചർച്ച തുടങ്ങിയതിന് ശേഷം 48 മിനിറ്റ് ആയാൽ ഒരു കർഷകന് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതുപോലെ വലിയ എവിടെയോ എത്തി എന്നാണ് പറയുന്നത്.
UN ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പ്രകാരം 125 രാജ്യങ്ങൾ എടുത്തു. അതിൽ 111 സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്ഥാനം. അതിൻ്റെ താഴെ ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ മാത്രമാണ് ഉള്ളത്. അംബാനി ഓരോ ദിവസവും 1600 കോടി രൂപ ഈ BJPയുടെ സർക്കാരിൻ്റെ കീഴിൽ, ഈ ചൂട്ടുപൂട്ട് സർക്കാരിൻ്റെ കീഴിൽ അവർ പണമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് നികുതി 34% ഇന്ത്യയിലെ കോർപ്പറേറ്റ് നികുതി. അതിനെ 22% ഓരോ വർഷവും 2.40 കോടി. ശരി, ഇവിടെ വോട്ടറിന്റെ ഒരു സംശയമുണ്ട്. അവരിപ്പോ രമ്യ ഹരിദാസിന് വോട്ട് ചെയ്യണമെങ്കിൽ എന്ത് വിശ്വസിച്ച് വോട്ട് ചെയ്യണം? അല്ല, നമുക്ക് സമയം കുറവാണ്. അതിനെനിക്ക് മറുപടി പറയാനുണ്ട്. അദ്ദേഹത്തിന് ഗഗൻ മുർമു എന്ന് പറയുന്ന ഒരാളെ അറിയുമോ എന്ന് എനിക്ക് അറിയില്ല. സഖാവ് നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയണം. ഗഗൻ മുർമു എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം തുടർച്ചയായി വെസ്റ്റ് ബംഗാളിലെ നോർത്ത് മാൾഡ എന്ന് പറയുന്ന സ്ഥലത്തിൽ തുടർച്ചയായി CPM-ന് വേണ്ടി ലോക്സഭയിൽ മത്സരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം കഴിഞ്ഞ 2019 മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് MLA ആയി. MLA ആയതിനു ശേഷം 2019 ഇവിടെ SFI-കാരുണ്ടല്ലോ, അവരൊന്ന് നോക്കണം. സെർച്ച് ചെയ്താൽ മതി. കോൺഗ്രസിന്റെ 12 മുഖ്യമന്ത്രിമാരാണ് പോയിരിക്കുന്നത്. എന്റെ ചോദ്യത്തിനല്ല നിങ്ങൾ ഉത്തരം പറയുന്നത്. ചോദ്യത്തിനല്ല ഉത്തരം പറയുന്നത്. KPCCയുടെ പ്രസിഡന്റ് എനിക്ക് പറ്റിയാൽ പോകുമെന്ന് പറഞ്ഞു. എന്ത് വിശ്വസിച്ചിട്ടാണ് UDF വോട്ട് ചെയ്യുക? അതാണ് എന്റെ ചോദ്യം. എന്ത് വിശ്വസിച്ചിട്ടാണ്? നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയൂ. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. ചോദ്യത്തിന് ഉത്തരം പറയൂ. BJP-യിലേക്ക് പോയി. BJP-യിൽ വലിയ സ്ഥാനം വഹിച്ചു. രമ്യ ഹരിദാസിന് വോട്ട് ചെയ്യുന്നത് എന്ത് വിശ്വസിച്ച്? ഒരു മിനിറ്റ് UDF-ന്റെ പ്രതിനിധിയോട് UDF-ന്റെ പ്രതിനിധിയോട് എനിക്ക് 24 ന്യൂസിനോട് പറയാനുള്ളത് ഒരു മിനിറ്റ്. ഇവിടെ KPCC ആഫീസിന്റെ താക്കോല് K. സുധാകരന്റെ കയ്യിലാണോ അതോ BJP-യുടെ ആഫീസിലാണോ അതോ അതെവിടെയാണെന്നുള്ള അവർ തീരുമാനിക്കട്ടെ. രണ്ടാമത്തെ വിഷയം, ആലത്തൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് ആലത്തൂരിലെ ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനും അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് UDF-നോട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ വന്നു. അത് ഇതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ പതാക പിടിച്ച് റോഡ് ഷോ നടത്തിയപ്പോൾ അതിനെതിരായ പ്രചരണം BJP നടത്തി എന്ന് പറഞ്ഞ് പേടിച്ച് ഇന്നലെ റോഡ് ഷോ നടത്തുമ്പോൾ ലീഗിന്റെ പതാക ഒഴിവാക്കാൻ വേണ്ടി UDF തീരുമാനിച്ചു. അപ്പൊ ലീഗുകാർ പറഞ്ഞു ഞങ്ങളുടെ വോട്ട് വേണം, ഞങ്ങളുടെ പതാക വേണ്ട എന്നാണെങ്കിൽ നിങ്ങളുടെയും കൊടി പിടിക്കരുതെന്ന് പറഞ്ഞു. BJP-യെ പേടിച്ച് സ്വന്തം പതാക പോലും പിടിക്കാൻ കഴിയാത്ത കോൺഗ്രസ് ആണോ സംഘപരിവാരത്തെ എതിർക്കാൻ പാർലമെന്റിലേക്ക് ജയിച്ചു പോകേണ്ടത്? അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഈ കേരളത്തെ രണ്ടാമത്തെ ചോദ്യം കൂടിയുണ്ട്. കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്ന BJP ഇതര ഗവൺമെന്റുകളോട് ശത്രുതാപരമായ സമീപനം രാജ്യം ഭരിക്കുന്ന യൂണിയൻ ഗവൺമെന്റ് എടുക്കുമ്പോൾ അതിനെതിരെ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന മന്ത്രിമാരാകെ ഡൽഹിയിലേക്ക് ഒരു സമരത്തിന് പോയി. ആ സമരത്തിന് പോയപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമരത്തെ പിന്തുണച്ചു. കേരളത്തിന് പുറത്തുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ആ സമരത്തെ പിന്തുണയ്ക്കുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസുകാർ ആ സമരത്തിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറയാനുള്ളത്, ഈ ആലത്തൂരിൽ കഴിഞ്ഞ 5 വർഷം നുണ പ്രചരിപ്പിക്കുകയല്ലാതെ തൊട്ട് കാണിക്കാൻ കഴിയുന്ന ഒരു വികസന പ്രവർത്തനവും നടത്താൻ കഴിയാത്ത രമ്യ ഹരിദാസിന് ഇത്തവണ ആലത്തൂരിലെ ജനങ്ങൾ പരാജയപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരി, വികസനം എന്ത് എന്നുള്ളതാണ് ഇപ്പോൾ സിറ്റിംഗ് MP ആയിട്ട് മത്സരിക്കുമ്പോൾ ഒരു വികസനവും ഇല്ല പറഞ്ഞു കാണിക്കാൻ എന്നുള്ളതാണ് പറയുന്നത്. മറ്റ് ചോദ്യങ്ങൾ, ഈ കൊടി പോലും ഉപേക്ഷിക്കുന്നു എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ ഉയർന്നു കേൾക്കാൻ പോകുന്ന ചോദ്യമാണ്. പ്രിയപ്പെട്ട സഖാവേ, PK ബിജു ബാക്കി വെച്ച 3 കോടി രൂപ കൂടി, ആ 3 കോടി രൂപ കൂടി 100% MP ഫണ്ടിനും ഭരണാനുമതിയും സാങ്കേതികാനുമതിയും നേടിയ MP-യാണ് ആലത്തൂരിലെ MP. അല്ല, മറുപടി പറയട്ടെ. സംഘപരിവാറിനെ ഭയക്കുന്നത് ആരാണ് എന്ന് ഈ നാട്ടിൽ അറിയാം. കാരണം CAA സമരം വന്നപ്പോൾ 850 കേസുകൾ എടുത്തത് പിണറായിയുടെ സർക്കാരാണ്. സംഘപരിവാറിനെ പേടിച്ച് CAA നടപ്പിലാക്കുന്നതിനെതിരെ സമരം നടത്തിയപ്പോ 850-ലധികം കേസെടുത്ത ഈ പിണറായിയുടെ ഫാൻസുകാര്, ഇവര് മാർക്സിസ്റ്റുകാരല്ല, ഇവര് പിണറായിയുടെ ഫാൻസുകാര്, ഇവര് വന്ന്
എനിക്കൊരു ഇടവേള വേഗം എടുക്കേണ്ടതുണ്ട്, അനിവാര്യമാണ്. നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ആലത്തൂരിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ സംവാദം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ വോട്ടേഴ്സിന് ചോദ്യങ്ങളുണ്ട്. അതിനു മുൻപ് ഒരു ചോദ്യം, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായി കാണുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്? അതിന് എനിക്ക് മറുപടി കിട്ടിയാൽ കൊള്ളാം. അതിനുശേഷം താങ്കളുടെ ചോദ്യം ഒന്ന് ചുരുക്കി. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ചുരുക്കി. ഖജനാവിൻ്റെ ഒരു മൂല്യം ഇപ്പോൾ ഗതാഗതവുമായി ബന്ധപ്പെട്ടും മദ്യവുമായി ബന്ധപ്പെട്ടിട്ടുമാണ് ഇപ്പോൾ നമ്മുടെ ഖജനാവ് ധനകാര്യ വകുപ്പ് നടത്തുന്നത്. അപ്പോൾ ഇതിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ പാവപ്പെട്ട ഓട്ടോക്കാരും അതേപോലുള്ള മറ്റ് തൊഴിലാളികളും ഈ പ്രൈവറ്റ് വാഹനം ഉപയോഗിക്കുന്നവരും എല്ലാവരും ഇപ്പോൾ ഒരു 4 മാസമായിട്ട് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് RC ബുക്കുകളും മറ്റും, അതേപോലെ തന്നെ പരിവാഹൻ സൈറ്റിൻ്റെ അപാകത. കേന്ദ്രവും കേരളവും ഇതിനുള്ള മറുപടി പറയണം. RC ബുക്കുകൾ കിട്ടുന്നില്ല, മറ്റുള്ള പ്രശ്നങ്ങൾ, അതേപോലെ വാഹന വിൽക്കുന്ന ആളുകൾക്കും പലതുമായിട്ട് പല പ്രശ്നങ്ങളുമുണ്ട്. ഇതിനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 400 എന്നുള്ളത് പെർമിറ്റിൻ്റെ ഇപ്പോൾ കാലാവധിയും അതിനുള്ള പുതുക്കലുമായിട്ട് ഇപ്പോൾ 4000 ആക്കിയിരിക്കുന്നു. ഇതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്? ഇപ്പോൾ ഈ ഇലക്ഷൻ ടൈമിൽ ഈ പാവങ്ങളുടെ ഈ പാവപ്പെട്ട ഡ്രൈവർമാരുടെ നിങ്ങൾ എന്താണ് അതിനെ വിലയിരുത്തുന്നതെന്ന് ഈ ചോദ്യത്തിൻ്റെ മറുപടി ഒന്ന് പറയാം. ഇവിടെ ചോദ്യം CPM-ൻ്റെ പ്രതിനിധിയോടും കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടാണ്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഈറ്റില്ലം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണ ജയിപ്പിച്ചു വിട്ടതാണ് PK ബിജുവിനെ. PK ബിജു ജയിപ്പിച്ചു വിട്ടിട്ട് ഈ ആലത്തൂരിലെ ജനങ്ങൾക്ക് മടുത്തത് കൊണ്ടും വികസനങ്ങളും അല്ലെങ്കിൽ ആലത്തൂർ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഒരു മുഖപരിചയവുമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ രമ്യ ഹരിദാസിനെ ജയിപ്പിച്ചത്. ഈ ആലത്തൂരിന്റെ വിഷയങ്ങൾ സംസാരിക്കാനാണ് രമ്യ ഹരിദാസിനെ പാർലമെന്റിലേക്ക് പറഞ്ഞു വിടുന്നത്. പക്ഷെ ഇവിടെ പാട്ടുപാടുന്നത് പോലെ മറ്റേ ഇന്ത്യൻ പാർലമെന്റിൽ പാട്ടുപാടാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് പോലും രമ്യ ഹരിദാസിനില്ല. ഈ 2 പേരെയും ഈ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിച്ചു വിട്ടാൽ ഈ ആലത്തൂർ മണ്ഡലത്തിന് വേണ്ടി ഇവർ എന്ത് ചെയ്യാൻ കഴിയും? ഇവർക്ക് ആദ്യം സംസാരിക്കാനുള്ള ഹിന്ദി ഭാഷയോ ഇംഗ്ലീഷ് ഭാഷയോ കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ആദ്യമായിട്ടൊരു ചോദ്യം. ശരി, അപ്പൊ ഈ 5 വർഷം കഴിഞ്ഞപ്പോൾ താങ്കൾക്ക് ഉണ്ടാകുന്ന സംശയമാണ് അതല്ലേ? വോട്ടർമാരെ ജയിപ്പിച്ച് വിട്ടതിന് ശേഷം ഈ ഏറ്റവും കൂടുതൽ ഒരു മിനിറ്റ്, ഏറ്റവും കൂടുതൽ ആലത്തൂരിലെ വിഷയങ്ങൾ ചോദിക്കാൻ വേണ്ടി ഈ ഇന്ത്യയിലെ കേരളത്തിലെ ശരി ഇപ്പൊ ഈ ചോദ്യം ആരോടാണ്? ഇങ്ങനെ നമുക്ക് ചോദ്യം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ശരി, ശശി അതായത് ആലത്തൂരിൽ നിന്ന് ആലത്തൂർക്ക് വേണ്ടി PK ബിജു എന്ത് ചെയ്തു, രമ്യ ഹരിദാസ് എന്ത് ചെയ്തു? അതാണ് ഇവിടെ ഈ ചോദ്യത്തിനേക്കാൾ പ്രധാനമായി ശ്രീ സജേഷ് ചന്ദ്രൻ പറഞ്ഞൊരു വിഷയമുണ്ട്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി കോൺഗ്രസ് ആണ് നിൽക്കുന്നത്, ഇടതുപക്ഷം അല്ല, അതുകൊണ്ട് ഞങ്ങൾ കൂട്ടിയാണെന്നാണ് സജേഷ് ചന്ദ്രൻ പറഞ്ഞത്. ഞാൻ ഒറ്റ ചോദ്യം, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ ഏറ്റവും മുഖമുദ്രയായി നിന്ന ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ ഈ രാജ്യം ഭരിച്ചത് സജേഷൻ നിങ്ങളാണ്. കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഈ രാജ്യത്ത് ബാബറി മസ്ജിദ് തകർത്തത്. ബാബറി മസ്ജിദ് തകർത്തത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. മൃദുഹിന്ദുത്വത്തിന്റെ ഭാഗമായി അവിടെ 89-ൽ ഹിന്ദുക്കൾക്ക് മാത്രം ഉള്ളിലേക്ക് പ്രവേശനം കൊടുത്തത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. ഇതെല്ലാം പുറമെ ഇപ്പോ ആ ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് അമ്പലം കെട്ടുമ്പോൾ എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞത് പ്രിയങ്ക ഗാന്ധിയാണ്. വിളിച്ചില്ലെങ്കിലും ഞാൻ പോകുമെന്ന് പറഞ്ഞത് ദിഗ്വിജയ് സിംഗ് ആണ്. ഈ രാജ്യത്തെ മതനിരപേക്ഷത തകർക്കുന്നതിൽ മൃദുഹിന്ദുത്വം സ്വീകരിച്ച് BJP ഇവിടെ എത്തിക്കും. അപ്പൊ പറഞ്ഞില്ലേ, ഇവിടെ ചില ആളുകൾ സൂചിപ്പിച്ചില്ലേ, കോൺഗ്രസിന്റെ നേതാക്കളും മക്കളൊക്കെ അവിടെ പോകണമെന്ന്. ഇവര് ശീലിപ്പിച്ചത് അതാണ്. കോൺഗ്രസ് മൃദുഹിന്ദുത്വം ശീലിപ്പിച്ച് കോൺഗ്രസും BJPയും ഒന്നാണെന്നുള്ള ചിന്ത നേതാക്കൾക്ക് മണികൾക്കും വന്നു. അതുകൊണ്ട് ഏത് സമയം ഇവർക്ക് കോൺഗ്രസ് വിട്ട് BJP പോകാം. അതാണ് സ്ഥിതി. ഈ രാജ്യത്ത് മതനിരപേക്ഷത തകർക്കുന്ന ഒരു സാഹചര്യം വരുമ്പോ വായി തുറക്കാൻ കോൺഗ്രസിനാവില്ല. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, CAA ആണല്ലോ ഈ രാജ്യം മുഴുവൻ തകർക്കുന്ന പ്രശ്നം ഉണ്ടായത്. CAA പ്രശ്നം വന്നല്ലോ, പൗരത്വ ഭേദഗതി. ഇപ്പോ ഇവര് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയും KC വേണുഗോപാലും കൂടി പത്രസമ്മേളനം നടക്കുമ്പോൾ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമോന്ന്. ഒരു വാക്ക് പറയണ്ടേ, ആലോചിച്ചിട്ട് പറയാന്ന് പോയിട്ട് മാസം 1 ഇന്ന് വരെ വേണ്ടിയിട്ടില്ല. പൗരത്വ ഭേദഗതിയിൽ വായി തുറക്കാൻ കഴിയാത്ത ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ, ക്രൈസ്തവ ന്യൂനപക്ഷത്തെ അവരെ സംരക്ഷിക്കാൻ കഴിയാത്ത മണിപ്പൂരിൽ അക്രമം നടക്കുമ്പോ, ഗുജറാത്തിൽ അക്രമം നടക്കുമ്പോ, മധ്യപ്രദേശിൽ അക്രമം നടക്കുമ്പോ ഇവര് പറഞ്ഞെന്താ, നിങ്ങൾ അവിടെ ഒന്നും ഇല്ലല്ലോ, ഞങ്ങളില്ല. ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തിന് സംരക്ഷണം
അനുജയിലേക്ക് മൈക്ക് കൈമാറുകയാണ്. ഇവിടെ 2 വനിതാ സ്ഥാനാർത്ഥികൾ. ചോദ്യങ്ങളുണ്ടോ? അനുജ, ഇവരുടെ പോളിറ്റ് ബ്യൂറോയിലുള്ള ഏക മെമ്പർ മുഹമ്മദ് സലീം പശ്ചിമ ബംഗാളില് കോൺഗ്രസിന്റെ പിന്തുണയിലാണ് അവിടെ മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ പിന്നാലെയാണ് നിൽക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് എന്ത് കഴിയുന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. നിങ്ങളുടെ പിന്നാലെ നിന്ന് ഈ ന്യൂനപക്ഷത്തിനും ഈ ഭൂരിപക്ഷത്തിനും വേണ്ടി ഞങ്ങളും നിങ്ങളുടെ പിന്തുണയിലല്ല. അവിടെ 18 സീറ്റിൽ ഞങ്ങളാണ്. ഞങ്ങളുടെ പിന്നാലെ നിങ്ങളാണുള്ളത്. ഇനിയെങ്കിലും കാര്യം മനസ്സിലാക്കാൻ. ശരി, ഞങ്ങൾ 10 സീറ്റിൽ വരെ. 2 കക്ഷികൾ തമ്മിലുള്ള തർക്കമായി മാറാൻ പാടില്ല. താങ്കൾ ഒരു വനിതാ വോട്ടറോട്, ഒരു വനിതാ വോട്ടർക്ക് ഒരു കാര്യം ചോദിക്കൂ. എനിക്ക് ചോദിക്കാനുള്ളത് ബിജെപിയുടെ പ്രതിനിധിയോടാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ BJP അധികാരത്തിൽ വരുമ്പോ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന മുദ്രാവാക്യം ഉയർത്തി ഇവിടെ അധികാരത്തിൽ വന്നപ്പോ ഈ 10 വർഷക്കാലം ഈ രാജ്യത്തിനകത്ത് ഏത് സ്ത്രീകളെയാണ് സംരക്ഷിച്ചിട്ടുള്ളത്, ഏത് പെൺകുട്ടികളെയാണ് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയണം. പിന്നെ ഇവിടെ വനിതാ സംവരണം നടപ്പിലാക്കി ബില്ല് പാസാക്കി എന്ന് പറഞ്ഞു. എവിടെയാണ് വനിതാ സംവരണ ബില്ല് പാസാക്കി എന്ന് പറയണം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രകസനമായിരുന്നു അത്. അല്ലാതെ വനിതാ സംവരണ ബില്ല് പാസാക്കിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് എന്താ? ഈ വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കാൻ സമയം വേണമെന്നാ പറയുന്നത്. ഇവിടെ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ ഒറ്റ രാത്രി കൊണ്ടാണ് പിൻവലിച്ചത്. അതുപോലെ തന്നെ ഇവിടെ കാശ്മീരിന്റെ പദവി എടുത്തു കളഞ്ഞു. അതുപോലെ ഓരോ കാര്യങ്ങൾ GST നടപ്പിലാക്കി, അതൊക്കെ ഒറ്റ രാത്രി കൊണ്ടാണ്. അരമണിക്കൂറിന്റെ കാര്യമുള്ളൂ പാർലമെന്റിൽ ഈ വനിതാ സംവരണ ബില്ല് പാസ്സാക്കാൻ. എന്തുകൊണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയണം. ശരി, അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ, അതായത് BJPക്ക് നേരെ, കേന്ദ്ര സർക്കാരിന് നേരെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരു വനിതാ വോട്ടറുടെ ഭാഗത്ത് നിന്ന് ചുരുക്കി മറുപടി. ഉല്ലാസ്, ഇത്ര നേരം വരെയൊക്കെ സമയം സമൃദ്ധിയായിട്ട് തുടക്കത്തിൽ താങ്കൾ പറഞ്ഞു. വളരെ സന്തോഷം. ആ സഹോദരി ചോദിച്ചു മണിപ്പൂരിനകത്തുണ്ടായിട്ടുള്ള പെൺകുട്ടിയുടെ വിഷയം. ആ വിഷയത്തിൽ വളരെ കൃത്യമായി തന്നെ ആ സമയത്ത് പറഞ്ഞു. നിങ്ങൾ അതിന് അംഗീകരിച്ചില്ല. ആ പറഞ്ഞ കാര്യം ഒരു ആഭ്യന്തര വകുപ്പ് ഉള്ള നാട്ടിൽ കൃത്യമായിട്ട് തന്നെ ആഭ്യന്തര വകുപ്പ് അതിലേക്ക് അന്വേഷണം നടത്തി കാരാഗൃഹത്തിനകത്ത് അടയ്ക്കേണ്ട കാര്യത്തിൽ കൃത്യമായി കാരാഗൃഹത്തിലേക്ക് തന്നെ വിടും. തെമ്മാടിത്തരം കാണിച്ച ഒരു വ്യക്തിയെയും സ്ത്രീകൾക്ക് നേരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത് കൃത്യമായി പറയുന്നു. 2, പഞ്ചസാര നാവിൽ വെച്ചാൽ മധുരം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. പഞ്ചസാര നാവിൽ വെച്ചുകൊണ്ട് അത്ര മധുരത്തിൻ്റെ രസം അറിയില്ല എന്ന് പറഞ്ഞു. പഞ്ചസാര സപ്ലൈക്കോയിലെങ്കിൽ വെച്ചാൽ കട്ടൻ ചായയിലെങ്കിൽ ഇടാമായിരുന്നു. 2, മൂന്നാമത്തെ മാഡം ചോദിച്ചു കുട്ടികളുടെ വിഷയം. വളയാറിനകത്ത് 2 കുട്ടികൾ മരിച്ചു വീണ സമയത്ത് മാഡം ഈ ആവേശം കണ്ടില്ല. വണ്ടപ്പെരിയാറിലെ കുട്ടികൾ, വാളയാറിനകത്ത് അരിവാൾ പാർട്ടിയാണ് അതിന്റെ പുറകിലെന്ന് ആ അമ്മ പറഞ്ഞ സമയത്ത് നിങ്ങൾ പ്രതികരിച്ചില്ല. കുട്ടികളുടെ വിഷയം നിങ്ങൾ കണ്ടില്ല. അതൊന്നും നിങ്ങൾ കണ്ടില്ല. ഞങ്ങൾ വനിതാ സംവരണ ബിൽ കാലാകാലമായിട്ട് ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കാതെ വന്ന സമയത്ത് കൃത്യമായി നടപ്പിലാക്കി പാസ്സാക്കിക്കൊണ്ട് അത് നടപ്പിലാക്കുന്ന പ്രക്രിയയുടെ ഭാഗമായ പ്രക്രിയ സമയത്ത് തന്നെ കൃത്യമായി നടപ്പിലാക്കും. ഒരു ഭയവും വേണ്ട. നിങ്ങളുടെ 20 പേരിൽ എത്ര വനിതകളുണ്ട്? ഞങ്ങൾ NDA സ്ഥാനാർത്ഥി 20 പേരിൽ 5. നിങ്ങളുടെ 20 സ്ഥാനാർത്ഥികളിൽ എത്ര വനിതകളുണ്ട്? ഒന്ന് പറയാമോ? വാളയാറിനോട് സ്നേഹം സംവാദം തുടരുകയാണ്. ഏതായാലും ആലത്തൂരിൽ വലിയ കടുത്ത പോരാട്ടമായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. LDF-ഉം UDF-ഉം തമ്മിലുള്ള പോരാട്ടം. അതിനിടെ NDAയും അവരുടെ 18 അടവും പയറ്റുകയാണ് എന്നുള്ളതാണ്. നമ്മൾ വീണ്ടും കണ്ടുമുട്ടും മറ്റൊരു മണ്ഡലത്തിൽ വെച്ച്.